അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരു ഓണം സ്പെഷ്യൽ ആയിട്ട് മനോഹരമായ ഓണക്കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് മഹാബലി രാജാവായിരുന്നു. എന്തുകൊണ്ടാണ് മഹാബലി എന്നുള്ള ഒരു പേര് വന്നതെന്ന് അറിയാമോ? അദ്ദേഹം മഹാത്യാഗം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം നാട്ടുകാര് മാവേലി എന്നും വിളിക്കും. മഹാബലി തമ്പുരാന് എല്ലാ ജനങ്ങളെയും വളരെയധികം ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും തിരിച്ചു. രാമു ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഇത്തവണയും എന്റെ വയലിൽ 100 മേനി വിളവാണ്. 2 ചാക്ക് നെല്ല് കൊട്ടാരത്തിൽ എത്തിച്ചു. മഹാബലി രാജാവ് നേരിട്ട് വന്നെന്നെ പ്രശംസിച്ചു. 2 സ്വർണ്ണ പതക്കവും തന്നു. എന്റെ പച്ചക്കറി തോട്ടത്തിലും ഇത്തവണ നല്ല വിളവാണ്. ഞാനും ഇന്നലെ രാജാവിന് കാഴ്ചവെച്ചു. എനിക്കും കിട്ടി 2 സ്വർണ്ണ പതക്കം. എന്റെ കൃഷിയല്ല ഇത്തവണ മോശമാണ്. രാജാവിന് കാഴ്ചവെക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. കുടുംബം പട്ടിണിയിലാണ്. ഇതെടുത്തോളൂ. നാളെ വീട്ടിൽ വന്നാൽ 2 ചാക്ക് അരി തരാം. വിഷമിക്കണ്ട. നാളെ വീട്ടിൽ വരൂ, ഞാനും കുറച്ച് പച്ചക്കറി തരാം. ഇതെല്ലാം നമ്മുടെ മഹാരാജാവിന്റെ മേന്മയാണ്. നമ്മുടെ മഹാരാജാവ് വളരെ നല്ലവനാണ്. മഹാബലി രാജാവ് വാഴട്ടെ. ഭക്തനായ പ്രഹ്ലാദ രാജാവിന്റെ കൊച്ചുമകനായിരുന്നു ഈ മഹാബലി രാജാവ്. ആർക്കും ദേവന്മാരെ വേണ്ട, എല്ലാവർക്കും മഹാബലി രാജാവിനെ മതി. തന്റെ സ്വർഗരാജ്യം കൈവിട്ടു പോകുമെന്ന് പേടിച്ച് ദേവന്മാർ വിഷ്ണു ഭഗവാന്റെ മുന്നിൽ അപേക്ഷിച്ചു. മഹാപ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും. മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗവും അസുരരാജാവ് കീഴടക്കും. മഹാബലിയെ ഇല്ലാതാക്കണം. മഹാബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുന്നുവെന്ന് കേൾവിപ്പെട്ടു. അതുണ്ടാകരുത്. മഹാബലി ആ യാഗം ചെയ്താൽ കൂടുതൽ കരുത്തുറ്റവനാകും. ശാന്തനാകൂ ഇന്ദ്രദേവ. എന്തെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. മഹാബലിയെ ഇല്ലാതെയാക്കാൻ വിഷ്ണു ഭഗവാൻ വാമനന്റെ രൂപത്തിൽ മഹാബലിയുടെ അടുത്തെത്തി. വരൂ ബ്രാഹ്മണബാല, താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാലും. ഭക്ഷണം വേണമെങ്കിൽ ഭോജശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണ് മാത്രം മതി എനിക്ക്. അസുരഗുരുവായ ശുക്രാചാര്യരെ, ഈ ബാലൻ 3 അടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. വേറെ ഒന്നും വേണ്ടതാനും. പാവം, മഹാബലിയെക്കുറിച്ച് ഇവൻ കേട്ടു കാണില്ല. അതാണ് ഒന്നും ചോദിക്കാത്തത്. അരുത് രാജാവേ, ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ട്. ഗുരു, അങ്ങേക്ക് എന്തു പറ്റി? ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? ആരെവിടെ? ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ. അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി അളന്നെടുത്തുകൊള്ളാം. ശരി, അങ്ങനെയാവട്ടെ. വിഷ്ണു ഭഗവാൻ വളരെയധികം വളർന്ന 1-ാമത്തെ അടിയിൽ ഭൂമിയും 2-ാമത്തെ അടിയിൽ സ്വർഗവും പാതാളവും അളന്നു. 3-ാമത്തെ അടി എവിടെ വെക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ? എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ. അങ്ങനെ മാവേലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അത്തം 1
ഒരിക്കൽ കൂടെ